നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ, ആറ്റിങ്ങൽ. പൂർവജന്മ കർമ്മങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഈ അറിവുകൾ, ജ്യോതിഷപരമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് കമൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കേൾക്കുന്നതിൽ സന്തോഷം. മറ്റുള്ള ആൾക്കാർക്കൊക്കെ തന്നെയും പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുവെന്ന് അഭിപ്രായങ്ങൾ പറയുന്നു. വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പൂർവജന്മ കർമ്മങ്ങളിൽ ഒരാത്മാവ് ഈ ആത്മാവ് ചെയ്ത പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം കൊണ്ട് ഈ ആത്മാവിൻ്റെ പുനർജനനം ഉണ്ടാകുമ്പോൾ ഈ ആത്മാവ് മുജ്ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആത്മാവിന് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുവാനായിട്ട് ഇടയാകും. അപ്പോൾ ചെറിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ അവർക്ക് കുറഞ്ഞ പരിഹാരം കൊണ്ട് തന്നെ പരിഹരിക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ ആത്മാവ് കഠിനമായ പാപകൃത്യങ്ങൾ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഈ ആത്മാവിനിവിടെ കൂടുതൽ പ്രതിസന്ധികൾ നേരിടുവാനായിട്ട് കാരണമാകും. ഇപ്പം നമ്മളിപ്പം ഒരു മോഷണം ചെയ്തു. ഒരു മോഷണം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ശിക്ഷാ കാലാവധി ഇത്രയുണ്ടാവും. അപ്പോൾ അത് തെറ്റാണെങ്കിലും അതിൻ്റെ ശിക്ഷയ്ക്കൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ നല്ല നടപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനും മാറ്റങ്ങൾ വരാനായിട്ട് ഇടയാകും. എന്നാൽ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണെങ്കിലോ കൂടുതൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് ഇടയാകും, അല്ലേ? 2 വർഷം മോഷണക്കുറ്റത്തിന് ശിക്ഷയുണ്ടെങ്കിൽ കൊലപാതകം ചെയ്താൽ എത്ര വർഷമായിരിക്കും? 12 വർഷം അല്ലെ അതിനും മേളിൽ ഒക്കെ ശിക്ഷ വരേണ്ടി വരും. എന്നതുപോലെ മുജ്ജന്മത്തിൽ നമ്മൾ പലരെയും കബളിപ്പിച്ച് പല ആൾക്കാരുടെയും കണ്ണ് കെട്ടി നമ്മൾ വന്നെങ്കിൽ പോലും നമ്മളുടെ കർമ്മ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ദണ്ഡനം നമുക്കിവിടെ അനുഭവിക്കേണ്ടി വരും. എത്രയോ ആളുകൾ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കുന്നുണ്ട്. കള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയി കിടക്കുന്നതുണ്ട്. ആലോചിച്ച് നോക്കൂ, എന്താ റീസൺ? അവർ ഈ ജന്മത്തിൽ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തില്ല. അപ്പം ഇതിൻ്റെ പിന്നിൽ വേറെ ഒരു കണക്കുണ്ട്. നമ്മളിടയ്ക്ക് ജാതകം നോക്കിയിരിക്കുന്ന എത്രയോ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർമ്മയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജയിൽവാസമുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, തിരുമേനി അത് സംഭവിച്ചു കഴിഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ ആത്മാവ് മുജ്ജന്മത്തെ ചെയ്ത കർമ്മയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങൾ വേല ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും തിരുമേനി? അപ്പം അതിനാണ് കർമ്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ട്. പഞ്ചതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വേല ചെയ്യുന്നത്. എന്താണ് ഈ പഞ്ചതത്വങ്ങൾ? പഞ്ചഭൂത തത്വങ്ങൾ. ഇതാണ് ആഴ്ച, നാള്, പക്കം, കരണം, നിത്യയോഗം. ഈ 5 ആധാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ സ്ഥിതി ചെയ്യുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ അസ്ട്രോളജി പഠിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം ദ്വാദശ തിഥിയിൽ ഒരാത്മാവ് പിറക്കുന്നുണ്ടെങ്കിൽ മിക്ക സാധ്യതകളും വ്യതിപാതം നാമയോഗത്തിൽ പിറക്കാനായിരിക്കും അവർക്ക് സാധ്യത.
നാഗകരണത്തിൽ, അതായത് പാമ്പ് കരണത്തിലാണ് ഒരാത്മാവ് പിറക്കുന്നത് എങ്കിൽ അമാവാസി പൗർണമിക്കോ ആയിരിക്കും അവർ ജനിക്കുവാനായിട്ട് സാധ്യത. ഇങ്ങനെ ഓരോരോ നിയമങ്ങളുണ്ടാവും. അപ്പം ഞാൻ ജ്യോതിഷം നോക്കുമ്പോൾ നമുക്ക് ആ പഞ്ചതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ആ ഗ്രഹത്തിന് എത്ര ശതമാനം ബലമുണ്ട്, അബലമുണ്ടെന്ന്. ഇതിന് എനിക്ക് ഡിഗ്രി സെൽഷ്യസ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ആ പഞ്ചതത്വങ്ങളുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് എങ്ങനെയാണ് എന്നും ഇത് ഏത് രീതിയിലായിരിക്കും ജാതകന് വർക്കാവുന്നെങ്കിലും. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സാമാന്യേന നമ്മൾ എന്ത് ചിന്തിക്കും, ആ മൂന്നക്കുടയൻ അവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, ഇന്ന പോലുള്ള ഫലങ്ങൾ. വ്യാഴം അവിടെ നിൽക്കുന്നുണ്ട്, അസ്ട്രോളജി ചിന്തിക്കുമ്പോൾ സൂപ്പറായിരിക്കും. ഞാനിത് എത്രയോ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി അതിനെ കൊണ്ടൊരു ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ തിഥി, ഈ തിഥികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ഗ്രഹങ്ങൾ അല്ലെങ്കിൽ 4 ഗ്രഹങ്ങൾ നമുക്ക് വീക്കായി പോകും. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ജാതകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ദിഗ്ബലം ഉണ്ടെങ്കിലും ആ ഗ്രഹം ഈ ജാതകന് വർക്കാവില്ല. ഇപ്പം നവമി ദശമി തിഥിക്ക് വൃശ്ചികൻ രാശിയും ചിങ്ങൻ രാശിയും ഇരുട്ടായി പോകും. ഇതിന് ഇരുട്ട് ഗ്രഹമാണ്. അപ്പോൾ ഇരുട്ടായി നിൽക്കുക, സൂര്യൻ്റെ പ്രകാശം ഏൽക്കാത്ത ഗ്രഹങ്ങൾ എങ്ങനെയാണ് പ്രകാശം ചൊരുത്തുക? അപ്പം നവമി ദശമി ജനിച്ചിരിക്കുന്ന ഒരാൾക്ക് സൂര്യനും ചൊവ്വായും വർക്കാവില്ല. അപ്പോൾ അവരുടെ ഗ്രഹനിലയിൽ സൂര്യനും ചൊവ്വായും എങ്ങനെ നിന്നാലെന്താ? ഇതാണ് നിയമം. അപ്പോൾ പഞ്ചഭൂതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വേല ചെയ്യുകയുള്ളൂ. ഇതതിൻ്റെ ഒരു നിയമം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം കർമ്മ നക്ഷത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഈ ആത്മാവ് എത്ര ശതമാനം തെറ്റുകൾ ചെയ്തു എന്ന് നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ ആത്മാവ് കുറച്ച് പാപകർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ ആത്മാവിന് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. കുറച്ച് ദാനകർമ്മങ്ങൾ, പൂജ, നല്ല നടപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ആത്മാവിന് ഡെവലപ്പ് ആകാനുള്ള കർമ്മം പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്നാൽ ഈ ആത്മാവ് കൂടുതൽ തെറ്റ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. നമ്മൾ കുറേ കൂടുതൽ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. എത്രയോ ആൾക്കാർ ബാല്യകാലം മുതൽ അവസാന കാലം വരെ വളരെ പെയിൻ അനുഭവിക്കുന്നവരുണ്ട്, ഒരു മാറ്റവും ജീവിതത്തിലില്ലാത്തവർ. പക്ഷെ ജ്യോതിഷത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ഒരിറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, സൂര്യനുണ്ടെങ്കിൽ ചന്ദ്രനുണ്ട്. അതിൻ്റെ നിയമമാണ്. ഗ്രഹങ്ങളെ പോലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഗുളികൻ. ഇപ്പം ദശാകാലം ആദ്യത്തിന് 6 വർഷം കുറഞ്ഞു, ചന്ദ്രന് 10 വർഷം മേളി വന്നു, ചൊവ്വയ്ക്ക് 7 വർഷം കുറഞ്ഞു വന്നു, രാഹുവിന് 18 വർഷം മേളിൽ കയറി വന്നു, വ്യാഴത്തിന് 16 വർഷം അല്പം കുറഞ്ഞു, ശനിക്ക് 19 വീണ്ടും മേളിൽ കയറി, ബുധന് 17 അല്പം കുറഞ്ഞു, കേതുവിന് 7, ബുധന് 17, കേതുവിന് 7, അപ്പോൾ 17 നിന്നും കുറഞ്ഞു, ശുക്രന് 20 മേളിലേക്ക് വന്നു. അപ്പം ഈ കയറ്റവും ഇറക്കവും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഒരു മനുഷ്യന് കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, ഇറക്കമുണ്ടെങ്കിൽ കയറ്റമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ജീവിത അവസാന കാലം വരെ ദുഃഖങ്ങളാൽ കഷ്ടപ്പെടാൻ സാധിക്കുക? അതാണ് കർമ്മ. അവൻ ചെയ്ത പാപകർമ്മങ്ങൾ അവൻ എന്ന് കഴുകിക്കളയുന്നോ അതിനുശേഷം മാത്രമേ ഈ ഗ്രഹങ്ങൾ അവന് വേല കറക്റ്റായ രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കർമ്മ നക്ഷത്രങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കർമ്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 12 രാശിചക്രങ്ങളിൽ 3 നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വേടൻ രാശിമണ്ഡലത്തിൽ അശ്വതി, ഭരണി, കാർത്തിക. അത് കാർത്തികയുടെ കാൽഭാഗം.
ഇടവൻ രാശിമണ്ഡലത്തിലോ കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ പകുതി ഭാഗം. മിഥുനൻ രാശിമണ്ഡലത്തിലോ മകയിരത്തിൻ്റെ അര, തിരുവാതിര പുണർതത്തിൻ്റെ 1/4 ഭാഗം. ഇങ്ങനെ 27 നക്ഷത്രങ്ങളും 12 രാശി മണ്ഡലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കർമ്മനക്ഷത്രങ്ങൾ, മേടം രാശിമണ്ഡലത്തിൽ അശ്വതി നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. ഇടവം രാശിമണ്ഡലത്തിൽ മകയിരം നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. മിഥുനം രാശിമണ്ഡലത്തിൽ തിരുവാതിര നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. കർക്കടകം രാശിമണ്ഡലത്തിൽ ആയില്യം നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. ചിങ്ങം രാശിമണ്ഡലത്തിൽ പൂരം നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. കന്നി രാശിമണ്ഡലത്തിൽ അത്തം നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. തുലാം രാശിമണ്ഡലത്തിൽ ചിത്തിര നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. വൃശ്ചികം രാശിമണ്ഡലത്തിൽ അനിഴം നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. ധനു രാശിമണ്ഡലത്തിൽ 3 നക്ഷത്രങ്ങളും കർമ്മനക്ഷത്രങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം. മകരം രാശിമണ്ഡലത്തിൽ അവിട്ടം നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. കുംഭം രാശിമണ്ഡലത്തിൽ പൂരുട്ടാതി നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. മീനം രാശിമണ്ഡലത്തിൽ ഉത്രട്ടാതി നക്ഷത്രം കർമ്മനക്ഷത്രമാണ്. അപ്പോൾ കർമ്മനക്ഷത്രം എന്ന് പറഞ്ഞാൽ കൂടുതൽ പാപങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പം ഈ നക്ഷത്രങ്ങളിൽ ഒരു ആത്മാവ് പിറന്നിട്ടുണ്ട് എങ്കിലും ഈ ആത്മാവ് മുജ്ജന്മത്തിൽ ശക്തമായ തെറ്റുകൾ ചെയ്തവരാണ്. അപ്പോൾ ഈ ആത്മാക്കൾ ഇങ്ങോട്ട് പിറക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരു പൊരുതലായിരിക്കും, പ്രതിസന്ധികളായിരിക്കും. അതുമാത്രമല്ല, ഒരു ഗ്രഹനില എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജാതകം കാണുമ്പോൾ ഈ കർമ്മ നക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ കർമ്മ നക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ ഈ കർമ്മ നക്ഷത്രങ്ങളിൽ 1-2 ഗ്രഹങ്ങളെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാപങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും അവർക്ക് മാറ്റം വന്ന് മുന്നേറാനായിട്ട് പറ്റും. എന്നാൽ ഈ കർമ്മ നക്ഷത്രങ്ങളിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് വലിയ രീതിയിൽ തെറ്റുകളിൽ പാപങ്ങൾ ചെയ്യും. ഈ ആത്മാവിൻ്റെ പാപത്തിൻ്റെ തോത് കൂടുതലാണ്. അങ്ങനെയുള്ളവർ ഇവിടെ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർച്ചയില്ലാതെ വിഷമിക്കേണ്ടി വരും. മെൻ്റൽ സ്ട്രെസ്സ്, ശാരീരിക വൈകല്യങ്ങൾ, അംഗഭംഗങ്ങൾ ഉണ്ടാവുക, കുടുംബജീവിതത്തിൽ ചതി, സെക്ഷൽ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, കടപ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള നമ്മളെ വലയ്ക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്കിവിടെ ഫേസ് ചെയ്യാനായിട്ട് ഇടവരും. അപ്പോൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും വ്രതമിരുന്നാലും ഒക്കെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പ്രയാസം വരും. അപ്പോൾ അത് ഇട്ടെറിഞ്ഞിട്ട് പോവല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ ത്യാഗം, അർപ്പണ മനോഭാവം, ഇതെല്ലാം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥനകളും വ്രതങ്ങളും ദാനകർമ്മങ്ങളും പാവങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക ഇറയവൻ നമുക്ക് മാപ്പ് തരുക. തമ്പുരാൻ ഇതെല്ലാം കണ്ടിട്ട് അവൻ കുറേ അനുഭവിച്ചു, ഇനി അത് മതിയാക്കാം എന്ന് കരുതി ചിത്രഗുപ്തനും യമധർമ്മദേവനും മാറ്റങ്ങളുണ്ടാക്കി പോട്ടെ സാരല്ലെന്ന് പറഞ്ഞാൽ സീൽ ചെയ്ത് നീ പോടാ എന്ന് പറഞ്ഞ് നമുക്കതിൽ നിന്ന് വിടുതൽ തരും. അപ്പോൾ നമ്മൾ ഒരു അമ്പലത്തിൽ പോയാൽ ഈ കർമ്മക്ഷേത്രങ്ങളിലേക്ക് പോയി നമ്മളൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇത് ശക്യമല്ല എന്ന് ചിന്തിക്കരുത്. കാരണം എന്താ, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ തോത് അത്രയുമാണ്. അപ്പോൾ ഒരു 4 കർമ്മനക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തോത് കൂടുതലാണ്. ഒരു മാക്സിമം ഒരു 2, ഒരു 3 വരെയൊക്കെ വന്നാൽ നമുക്കൊരു അവൻ്റെ കയറിപ്പോകുമെന്ന് നമുക്ക് പറയാം. പക്ഷെ 4 അതിന് മേപ്പോട്ടോ ഉണ്ടെങ്കിൽ കൂടുതൽ പാപകൃത്യങ്ങൾക്ക് ഇത് വരും. അപ്പം നമ്മൾ കൂടുതൽ വ്രതങ്ങളും പാവങ്ങളെ സഹായിക്കുകയും ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുക നമുക്ക് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത് എഴുതി വെച്ച ഋഷീശ്വരന്മാർ ഇത് മാറ്റം വരാനും അതിനൊരു ക്ഷേത്രങ്ങൾ ദാനങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകേണ്ടിടത്ത് പോയി കാണണം. ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോകണം, പഞ്ചായത്തിൽ പോകണം, പോകേണ്ടിടത്ത് പോയി കണ്ടെങ്കിലേ നടക്കുള്ളൂ. അല്ല നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ കാര്യം നടക്കുമോ? അങ്ങനെ വിളിച്ചാൽ നമ്മൾ ആരാന്ന് വെച്ചാൽ
അപ്പോൾ അതല്ല. അപ്പം പോകേണ്ടിടത്ത് പോയി നമ്മൾ ആത്മാർത്ഥമായ എൻ്റെ അപരാധങ്ങൾ മനസ്സിലാക്കി, തമ്പുരാനെ ഈ തെറ്റുകൾ പറ്റിപ്പോയി, ഈ കർമ്മത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമേ, മാപ്പ് നൽകണമേ, ഈ ആത്മാവിന് മുക്തിയും മോക്ഷണവും നൽകണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും തമ്പുരാൻ നമ്മളെ ആ കർമ്മത്തിൽ നിന്നും റിലീസ് ചെയ്യും. അപ്പം ഓരോ കർമ്മനക്ഷത്രത്തിൽ പിറന്നാൽ എന്താണ് ഫലം എന്ന് കാര്യങ്ങളുണ്ട്. ഈ ആത്മാവ് എന്ത് തെറ്റ് ചെയ്തു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.